അതീവ ദുഃഖവാർത്തയുമായാണ് കേരളം ഇന്ന് ഉണർന്നത്. റാന്നിയിലുണ്ടായ കാർ അപകടത്തിൽ 4 പേരുടെ ജീവനാണ് നഷ്ടമായത്. നവദമ്പതികളായ അനുവും നിഖിലും മലേഷ്യയിൽ ടൂർ പോയി തിരിച്ചു വരികയായിരുന്നു. ഇവരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് അനുവിൻ്റെ പിതാവായ ബിജു കെ ജോർജും നിഖിലിൻ്റെ പിതാവായ മത്തായി ഈപ്പനും യാത്ര തിരിച്ചത്. വീട്ടിലെത്താൻ ഏകദേശം 7 കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ഈ അപകടം. എതിരെ വന്ന ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ വാഹനവുമായാണ് കാറ് ഇടിച്ചത്. നവംബർ 30-ാം തീയതിയായിരുന്നു അനുവിൻ്റെയും നിഖിലിൻ്റെയും വിവാഹം. വളരെ വർഷങ്ങളോളം പ്രണയിച്ചതിന് ശേഷമാണ് ഇരുവരും ഒന്നായതും. അതിൻ്റെ സന്തോഷം കെട്ടടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ അപകടവും എത്തിയിരിക്കുകയാണ്. UK-യിൽ ജോലി ചെയ്യുകയായിരുന്നു നിഖിൽ. അനു MSW പൂർത്തിയാക്കിയ ശേഷം ഭർത്താവുമൊത്ത് വിദേശത്തേക്ക് പോകുവാൻ ഇരിക്കുകയാണ് ഈ അപകടം വന്നതും. നാളെ അനുവിൻ്റെ 27-ാം ജന്മദിനമായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് ശേഷമുള്ള ജന്മദിനമായതുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഇരുവരും പ്ലാൻ ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഒരു നാടിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ആ വാർത്ത അറിയുന്നത്. വിധിയുടെ ഈ ക്രൂരതയിൽ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും. എങ്ങനെ ഇവരെ ആശ്വസിപ്പിക്കണം എന്ന് പോലും കൂടി നിൽക്കുന്ന ജനങ്ങൾക്ക് അറിയില്ല എന്നതാണ് മറ്റൊരു ദയനീയമായ സത്യം. കാർ ഡ്രൈവറുടെ അശ്രദ്ധമായ ഡ്രൈവിംഗാണ് അപകട കാരണം എന്നാണ് FIR-ൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപകടം നടക്കുന്നതിന് തൊട്ടു മുമ്പ് കാർ പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ വണ്ടി ഓടിച്ചിരുന്ന ആളുടെ അശ്രദ്ധ, അതല്ലെങ്കിൽ ഉറക്കത്തിലായി പോയിരിക്കാം എന്നാണ് പോലീസ് പറയുന്നത്. ഞങ്ങളുടെ ബസ്സിൽ വന്ന് കാർ ഇടിക്കുമ്പോൾ അമിത വേഗത്തിലായിരുന്നു എന്നാണ് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന്റെ ഡ്രൈവറായ സതീഷ് പറയുന്നത്. കാർ വരുന്നത് കണ്ട് ഞാൻ പരമാവധി വേഗത കുറച്ച് സൈഡിലേക്ക് ഒതുക്കുകയായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു എന്നും ഡ്രൈവർ പറയുന്നു. ഹൈദരാബാദ് സ്വദേശികളായ 19 തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത്. അവർക്ക് കാര്യമായ പരിക്കുകളില്ല എന്നതാണ് മറ്റൊരാശ്വാസം. വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം.